ഹായ് അങ്ങനെ മറ്റൊരു വെള്ളിയാഴ്ച എത്തിയിരിക്കുകയാണ്. തിയേറ്ററുകളിൽ സിനിമകൾ റിലീസ് ചെയ്ത ദിവസമാണ്. അപ്പോൾ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് തിയേറ്റർ റിലീസ് ചെയ്യാറുള്ളത്, സിനിമകൾ റിലീസ് ചെയ്യാറുള്ളത്. ഇന്ന് നവംബർ മാസം 14 തീയതിയാണ്. ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏകദേശം 10ഓളം സിനിമകളാണ് റിലീസ് ചെയ്യുന്നത്. ഏതൊക്കെ സിനിമകളാണ് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തത് ഒരു ആക്ഷൻ സയൻസ് ഫിക്ഷൻ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ റണ്ണിങ് മാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇന്ന് നവംബർ മാസം 14 തീയതിയാണ് ഈ സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ തിയേറ്റർ റിലീസ് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് ക്രൈം സസ്പെൻസ് ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് നൗ യു സീ മീ നൗ യു ഡോണ്ട് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ ഇന്നാണ് നവംബർ മാസം 14 തിയേറ്റർ റിലീസ് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. 3 സിനിമകൾ റിലീസ് ഉണ്ട്. ഇംഗ്ലീഷ് മൂവീസ് സ്പൈഡർമാൻ്റെ 1, 2, 3 3 ഭാഗങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിലായിട്ട്. ഓക്കെ, അടുത്തൊരു സൂപ്പർ നാച്ചുറൽ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് കാൽ ത്രികോരി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അർബാസ് ഖാനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ ഹിന്ദി ഭാഷയിൽ ഇന്നാണ് തിയേറ്റർ റിലീസ് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത് നവംബർ മാസം 14 തീയതി. അടുത്ത അജയ് ദേവ്ഗനും മാധവനും രാകുൽ പ്രീത് സിംഗൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ദേ ദേ പ്യാർ ദേ 2 എന്ന് പറയുന്ന സിനിമ റൊമാൻറ്റിക് കോമഡി ഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്, ഹിന്ദി മൂവിയാണ്. ഈ സിനിമ ഇന്നാണ് തിയേറ്റർ റിലീസ് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു പ്രധാനപ്പെട്ട സിനിമയാണ് നമ്മുടെ ദുൽഖർ സൽമാൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ പീരിയോഡിക് ത്രില്ലർ മൂവി കാന്ത. തമിഴ് തെലുങ്ക് ഭാഷകളായിട്ടാണ് റിലീസ് ചെയ്യുന്നത്. ദുൽഖർ സൽമാനെ കൂടാതെ ഭാഗ്യശ്രീ ബോസ്, റാണ ദഗവതി എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. നവംബർ മാസം 14 ഇന്നാണ് ഈ സിനിമയിൽ തിയേറ്റർ റിലീസ് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു മലയാളം മൂവിയാണ് റൊമാൻറ്റിക് ഫാൻറ്റസി കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് അതിഭീകര കാമുക എന്ന് പറയുന്ന സിനിമ. ലുക്മാൻ, ദൃശ്യ, രഘുനാഥ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ ഇന്ന് നവംബർ മാസം 14 തീയതിയാണ് തിയേറ്റർ റിലീസ് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു മലയാളം മിസ്റ്ററി ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് നിധിയും ഭൂതവും എന്ന് പറയുന്ന സിനിമ. അനീഷ് ജി മേനോൻ, അശ്വന്ത് ലാൽ, മുഹമ്മദ് റാഫി, വിഷ്ണു ഗോവിന്ദൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ നവംബർ മാസം 14 തീയതി, അതായത് ഇന്നാണ് തിയേറ്റർ റിലീസ് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ഡ്രാമ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ആമോസ് അലക്സാണ്ടർ എന്ന് പറഞ്ഞ സിനിമ. ജാഫ്രിഡിക്കും അജു വർഗീസും കലാഭവൻ ഷാജോണൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ നവംബർ മാസം 14 അതായത് ഇന്നാണ് തിയേറ്റർ റിലീസ് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത ബിബിൻ ജോർജ്, അനുശ്രീ എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ ത്രില്ലർ ഭാഗത്തിൽപ്പെട്ട സിനിമയാണ് പേജ് എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയും ഇന്ന് തന്നെയാണ്, അതായത് നവംബർ മാസം 14 തിയേറ്റർ റിലീസ് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു മലയാള സിനിമ തന്നെയാണ് ഒരു വയനാടൻ കഥ ഡ്രാമ ആക്ഷൻ ത്രില്ലർ ഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഈ സിനിമ ഇന്ന് തന്നെയാണ് തിയേറ്റർ റിലീസ് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകൾ 10-11ഓളം സിനിമകളാണ് ഇന്ന് ഒരു ദിവസം തിയേറ്റർ റിലീസ് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമകളിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കാണാൻ ഫസ്റ്റ് ഡേ തന്നെ കാണാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.